Dear students, welcome to the class of non-destructive testing. We will be discussing about optical aids used for visual inspection like mirror, magnifying glasses, microscope, borescope, endoscope, flexible fiber optic borescope, telescope, holography and CCTV systems. Then we will see computer enhanced systems. First one, magnifying mirrors. It is also known as concave spherical mirrors. It is used to magnify the areas which are not accessible to human eyes. Magnifying mirrors work on the principle that angle of incidence of a light beam is equal to angle of reflection of the same beam of light. ഇതിനെ മാഗ്നിഫയിങ് മിറേഴ്സ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇതെന്താണ്? മാഗ്നിഫയിങ് മിററാണ്. എന്തിനാണ് അത് ഉപയോഗിക്കുന്നത്? നമുക്ക് ഡയറക്റ്റായിട്ട് പോയിട്ട് എക്സാമിൻ ചെയ്യാൻ പറ്റാത്ത ഏരിയാസ് ഉണ്ടാവും. അതൊക്കെ ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? മാഗ്നിഫയിങ് മിറേഴ്സ്. അത് ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. ഈ ഒരു ഏരിയയൊക്കെ നമുക്ക് ഡയറക്റ്റ് നമ്മളെ നെയ്ക്കഡ് ആയി കൊണ്ട് എക്സാമിൻ ചെയ്യാൻ വേണ്ടി പറ്റൂല. ആ സമയത്ത് എന്താണ്? സം ഒപ്റ്റിക്കൽ എയ്ഡ്സ് വേണം. അങ്ങനെ ഉപയോഗിക്കുന്ന ഒന്നാണ് എന്ത്? മാഗ്നിഫയിങ് മിറർ എന്ന് പറയുന്നത്. അതിൻ്റെ വേറെ എന്ത് പേരാണ്? കോൺകേവ് സ്ഫെറിക്കൽ മിറേഴ്സ്. ഈ കോൺകേവ് സ്ഫെറിക്കൽ മിറേഴ്സ് എന്താണ്? എൻലാർജ്ഡ് ഇമേജസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക. അതായത് ഈ ഒരു ഏരിയയുടെ എൻലാർജ്ഡ് ഇമേജാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. അതാണ് ഫസ്റ്റ് വൺ, മാഗ്നിഫയിങ് മിറർ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, മാഗ്നിഫയിങ് ഗ്ലാസസ്, അല്ലെങ്കിൽ നമ്മളെ നോർമൽ ഹാൻഡ് ലെൻസ് എല്ലാവരും ഉപയോഗിച്ച സാധനമായിരിക്കും ഇത്. അതിനാണ് മാഗ്നിഫയിങ് ഗ്ലാസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ കോൺവെക്സ് ലെൻസ് വിച്ച് ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് എ മാഗ്നിഫൈഡ് ഇമേജ്. മാഗ്നിഫയിങ് ഗ്ലാസ് ആയിട്ട് ഉപയോഗിക്കുന്നത് ആരാണ്? ഒരു കോൺവെക്സ് ലെൻസാണ്. അത് ഒബ്ജക്റ്റിൻ്റെ മാഗ്നിഫൈഡ് ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യും. ഇനി എപ്പോഴാണ് അതൊരു മാഗ്നിഫൈഡ് ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കാം. It works on the principle that if an object is placed on one side of a convex lens closer to it than the focal point, then the image will be formed on the same side as the object and resultant would be a magnified one. എന്താ പറഞ്ഞിരിക്കണേ? ഈ ഒരു ലെൻസ് വെച്ചിട്ട് എല്ലാ സമയത്തും നമുക്ക് മാഗ്നിഫൈഡ് ഇമേജ് ഒന്നും കിട്ടില്ല. അതിനൊരു പർട്ടിക്കുലർ ഓറിയൻറ്റേഷനിലെല്ലാം വെക്കണം. അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നത്. എവിടെയാണ് വെക്കേണ്ടത്? ഇതാണ് നമ്മളെ ഒബ്ജക്റ്റ് എന്ന് വെച്ചോ. ഈ ലെറ്ററാണ് നമ്മുടെ ഒബ്ജക്റ്റ്. അത് ഞാൻ എവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്? ലെൻസിനും അതിൻ്റെ ഫോക്കസാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇൻ ബിറ്റ്വീൻ ലെൻസ് ആൻഡ് ഇറ്റ്സ് ഫോക്കസ്, അതാണ് അവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആ പ്ലേസിംഗ് പോയിന്റ് മനസ്സിലാവുന്നില്ലേ? ഈ പറയുന്നത് ഫോക്കസിൻ്റെ ലെഫ്റ്റ് സൈഡിലല്ല ഉള്ളത്, റൈറ്റ് സൈഡിലാണ്. മീൻസ് ആ ഒബ്ജക്റ്റ് എവിടെയാണുള്ളത്? ആ ലെൻസിൻ്റെ എന്താണ് ഫോക്കസ്, ലെൻസിനും ആ ഫോക്കസിനും ഇടയിലാണ് ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത്. ആ സമയത്ത് മാത്രമേ എന്ത് കിട്ടുന്നുള്ളൂ? എനിക്ക് എൻലാർജ്ഡ് ഇമേജ് അവൈലബിൾ ആവുന്നില്ലൂ. അതാണ് അതിൻ്റെ പ്രിൻസിപ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി ഫോക്കസിന് പുറത്തൊക്കെയാണ് വെക്കുന്നത്, നിങ്ങൾ എന്താണ് ബ്ലേഡ് ഇമേജ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. Magnification of a magnifying glass depends upon the position where it is being placed between human eye and the object. അതായത് പറയുന്നത് നമുക്ക് അവൈലബിൾ ആയിട്ടിരിക്കുന്ന മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒബ്സർവർ ഐയുടെയും ലെൻസിൻ്റെയും ആ ഒബ്ജക്റ്റിൻ്റെയും റിലേറ്റീവ് പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഫോർ ലോവർ പവർ മാഗ്നിഫിക്കേഷൻ സിമ്പിൾ ലെൻസ് ഈസ് യൂസ്ഡ് ആൻഡ് ഓൺ ദി അതർ ഹാൻഡ് ഫോർ ഹയർ മാഗ്നിഫിക്കേഷൻ ഡബിൾ ഓർ മൾട്ടിപ്പിൾ ലെൻസസ് ആർ യൂസ്ഡ്. അടുത്തത് മൈക്രോസ്കോപ്പ്. Microscope is an optical instrument having a magnifying lens or a combination of lenses which is used to magnify the image of a small object. മൈക്രോസ്കോപ്പ് നമ്മൾ എന്തിനാണ് നോർമലി ഉപയോഗിക്കുന്നത്? വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒബ്ജക്റ്റിനെ എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത്. അതിനെന്ത് ചെയ്യും? മാഗ്നിഫൈ ചെയ്തിട്ട് നമുക്ക് കാണിച്ചു തരും. അതാണ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഇത് സിമ്പിൾ മാഗ്നിഫയർ ഉണ്ട്, പിന്നെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഉണ്ട്. നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന എന്താണ്? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പാണ്. സിമ്പിൾ മാഗ്നിഫയർ എന്ന് വെച്ചാൽ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ലെൻസ് മാത്രമാണ്. ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് മൈക്രോസ്കോപ്പ് ഈസ് എ സിംഗിൾ കൺവെർജിങ് ലെൻസ് വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് സിമ്പിൾ മാഗ്നിഫയർ. The object is placed between lens and focus of the lens and the distance from lens to object is adjusted until a clear image is obtained. ഓൾറെഡി പറഞ്ഞ കാര്യമാണ് എന്തത്? സിമ്പിൾ മാഗ്നിഫയർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു കൺവേർജിങ് ലെൻസ് മാത്രമാണ്. എവിടെ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യണം എന്നാണ് പറഞ്ഞത്? മാഗ്നിഫിക്കേഷൻ കിട്ടണമെങ്കിൽ അതിൻ്റെ ഫോക്കസിന്, ലെൻസിനൊരു ഫോക്കസ് ഉണ്ടാവും.
ആ ഫോക്കസിനും ലെൻസിനും ഇടയിൽ, ഫോക്കൽ പോയിൻറ്റിനും ലെൻസിനും ഇടയിൽ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഒരു മാഗ്നിഫൈഡ് ഇമേജ് കിട്ടുള്ളൂ. ഇത് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമാണ് മൈക്രോസ്കോപ്പിൻ്റെത്. നമ്മൾ യൂസ് ചെയ്യുന്ന മൈക്രോസ്കോപ്പ് ഏതാണ്? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് 2 lenses are used. Objective lens placed near the object having a short focal length and eyepiece placed near the eye having focal length larger than that of objective. The distance between 2 lenses can be varied. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ 2 ലെൻസസ് ആണുള്ളത്. ഫസ്റ്റ് കൊണ്ടുവന്നതാണ് ഒബ്ജക്റ്റീവ് ലെൻസാണ്. അത് നമ്മൾ എക്സാമിൻ ചെയ്യേണ്ട ഒബ്ജക്റ്റിൻ്റെ അടുത്ത് പ്ലേസ് ചെയ്യുന്ന ലെൻസാണ് എന്ത്, ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് പറയുന്നത്. ഇതിനെന്തായിരിക്കും, ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും, ചെറിയ വാല്യൂ ആയിരിക്കും. ഇനി ഐ പീസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളെ ഐ അതിനടുത്തുള്ള ലെൻസാണെന്ത് ഐ പീസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് എന്താ, ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്തിനെക്കാട്ടിയും കൂടിയ വാല്യൂ ആയിരിക്കും ഉണ്ടാവുക. ഇതാണ് അതിൽ ഉപയോഗിക്കുന്ന 2 ലെൻസസ് എന്ന് പറയുന്നത്. പിന്നെന്താ, ഈ 2 ലെൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് വേരി ചെയ്യാൻ വേണ്ടി പറ്റും. ആക്ച്വൽ മൈക്രോസ്കോപ്പിൽ എന്താ, ഈ ഒരു ഡിസ്റ്റൻസ്, ഈ C1 C2 എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് എന്താണ്, അത് ഫിക്സഡ് അല്ല, അത് നമുക്ക് വേരി ചെയ്യാൻ വേണ്ടി പറ്റും. ഇമേജ് അതിന് നമുക്ക് വേണ്ടുന്ന രീതിയിൽ ഇമേജ് ഫോം ചെയ്യിക്കാൻ വേണ്ടിയിട്ട് എന്താ, ആ C1 C2 എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് നമുക്ക് വേരി ചെയ്യിക്കാൻ വേണ്ടി പറ്റും. ഇനി അതിൻ്റെ വർക്കിംഗ് ഒന്ന് നോക്കാം. ദ ഒബ്ജക്റ്റ് AB ഈസ് പ്ലേസ്ഡ് ഔട്ട്സൈഡ് ദ ഫോക്കസ് FO' of objective lens. A real inverted and magnified image A', B' is formed which act as object for eyepiece. ഇവിടെ ഒബ്ജക്റ്റ് എന്താണ്, ആക്ച്വൽ ടെസ്റ്റ് സ്പെസിമെൻ എന്ന് പറയുന്നത് ഏതാണ്, ഈ AB ആണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അത് ഞാൻ എവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്, ഈ ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ഫോക്കസ് അതിന് പുറത്തായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ആ സമയത്ത് എന്ത് ചെയ്യും, അതിൻ്റെ ഒരു ഇമേജ് ഫോം ചെയ്യും അല്ലേ. അതിൻ്റെ ഇമേജ് ഫോം ചെയ്തതാണ് ഇവിടെ A', B' എന്ന് കാണിച്ചിരിക്കുന്നത്. ആ ഇമേജ് എന്തായിട്ട് ആക്ട് ചെയ്യും, നമ്മൾ ഐ പീസിൻ്റെ സോഴ്സായിട്ട് ആക്ട് ചെയ്യും, അല്ല ഐ പീസിൻ്റെ ഒബ്ജക്റ്റായിട്ട് ആക്ട് ചെയ്യും. ആര്, ഈ ഒരു ഇമേജ് ആണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എന്താണ്, ഈ ഇമേജ് എവിടെ വേണം, ഈ ഐ പീസിൻ്റെയും അതിൻ്റെ ഫോക്കസ് FE' അതിൻ്റെ ഇടയിൽ വേണം ആ ഇമേജ്. ഇനി ഇമേജ് അതിന് പുറത്താണ് കിട്ടുന്നതെങ്കിലോ, ഇപ്പോൾ ഇമേജ് ഇവിടെയാണ് ഫോം ചെയ്യുന്നത്, നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ C1 C2 എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ആ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്ത് വേണം, ആ ഇമേജിനെ എവിടെ കൊണ്ടുവരണം, അതിൻ്റെ ആ ലെൻസിൻ്റെ സെൻറ്ററിനും അതായത് ഫോക്കസിനും, അതായത് ലെൻസിനും ആ ഫോക്കസിനും ഇടയിൽ ഇമേജ് കൊണ്ടുവരണം. എന്നാൽ മാത്രമേ നമുക്ക് അടുത്ത സ്റ്റേജിൽ എന്ത് കിട്ടുള്ളൂ, ആ മാഗ്നിഫൈഡ് ഇമേജ് കിട്ടുള്ളൂ. അതായത് ഐക്ക് എന്ത് കാണാൻ പറ്റില്ല, ആ മാഗ്നിഫൈഡ് ഇമേജ് അവൈലബിൾ ആവുമല്ലോ. The eyepiece is adjusted so that A', B' lie within the focus of eyepiece. Now the eyepiece functions as magnifying glass and forms virtual and magnified image A', B'. അതായത് ആ ഫൈനൽ ഇമേജ് പറയുന്നത് എന്താണ്, A', B' ആണ്. ഇനി അതിൻ്റെ യൂസ് എന്താണ്, മൈന്യൂട്ട് ഡിഫക്ട്സ് ആൻഡ് ഡീറ്റെയിൽസ് ഓഫ് ഫൈൻ സ്ട്രക്ചർ ഓൺ സർഫസ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് മോർ ഈസിലി വിത്ത് ദ എയ്ഡ് ഓഫ് മൈക്രോസ്കോപ്പ്. നമ്മളെ ഐക്ക്, നെയ്ക്കഡ് ഐക്ക് എന്താണ്, അതിനൊരു ലിമിറ്റേഷൻ ഉണ്ടല്ലേ. അതായത് അത്രയും മൈന്യൂട്ടായ സർഫസിലുള്ള ഡിഫക്ട്സ് ഒന്നും നമുക്ക് വെറും നമ്മളെ ഐ കൊണ്ട്, ഒരു നെയ്ക്കഡ് ഐ കൊണ്ട് നമുക്ക് എന്താണ് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റില്ല. അങ്ങനത്തെ കേസിലൊക്കെ എന്താണ് ഒപ്റ്റിക്കൽ എയ്ഡ്സിൻ്റെ ആവശ്യം വരുന്നത്. അതായത് സർഫസിലുള്ള മൈന്യൂട്ട്സ് ഡിഫക്ട്സ് നമുക്ക് മൈക്രോസ്കോപ്പ് വെച്ചിട്ട് എന്താണ് ഐഡൻറ്റിഫൈ ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. അടുത്തത് ബോർസ്കോപ്പ്. Borescope is an optical instrument which is used to inspect the inside of narrow tube, bore or chamber. ബോർസ്കോപ്പിൻ്റെ മെയിൻ യൂസ് എന്താണ്, നാരോ ആയിട്ടില്ലേ, അതായത് ബോർ, സർക്കുലർ ഹോൾസ്, അതൊക്കെ ഡയറക്റ്റായിട്ട് നമുക്ക് പോയിട്ട് എക്സാമിൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അത്തരം കേസസ്, അതിൻ്റെ ഇൻറ്റേർണൽ പാർട്സൊക്കെ ഇത് എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, ബോർസ്കോപ്പ്. നാരോ ആയിട്ടുള്ള ട്യൂബ് അല്ലെങ്കിൽ ബോർ അല്ലെങ്കിൽ ചേമ്പേഴ്സ്, അതൊക്കെ എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബോർസ്കോപ്പ് ഉപയോഗിക്കുന്നത്. Borescope consists of a rigid tube with an eyepiece at one end and an objective lens on the other end. The light source located in front of the object lens provides illumination for the part being examined. ബോർസ്കോപ്പിൻ്റെ കൺസ്ട്രക്ഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. എന്തൊക്കെയുണ്ട്, ലെഫ്റ്റ് എൻഡിൽ ഒരു ഐ പീസ് ഉണ്ട്, റൈറ്റ് എൻഡിൽ എന്താണ് ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ട്, പിന്നെ ഒരു ലൈറ്റ് ഉണ്ടല്ലേ. ആ ലൈറ്റ് നമ്മൾ ഒരു എക്സ്റ്റേണൽ സോഴ്സിൽ നിന്നാണ് ലൈറ്റ് സപ്ലൈ ചെയ്യുന്നത്. ഇല്യൂമിനേഷൻ ഇല്ലെങ്കിൽ എന്താ, നമുക്കൊരിക്കലും ഐ പീസിൽ എന്താ ഒരു ക്ലിയർ ഇമേജ് നമുക്കൊരിക്കലും കിട്ടില്ല. അതുകൊണ്ട് ഇല്യൂമിനേഷനിൽ ആ ലൈറ്റ് അത്രക്കും ഇമ്പോർട്ടൻ്റ് ആണ്, ആ ലൈറ്റ് സോഴ്സ്. ഇനി ഇതെന്താണ്, ഒരു റിജിഡ് ട്യൂബാണ്.
ഇതിലെന്താ ഫ്ലെക്സിബിൾ ട്യൂബിംഗ് ഉണ്ട്, ഇവിടെ എന്താ ഞാൻ പറയുന്നത് റിജിഡ് ട്യൂബിംഗ് ആണ്. അതിൽ രണ്ട് കമ്പോണൻസ് ഉണ്ട്, രണ്ട് സിസ്റ്റംസ് അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഒന്നെന്താണ് ലൈറ്റ്, ആ യെല്ലോ കളറിൽ ലൈറ്റ് പാസ് ചെയ്യിക്കുന്നത് എവിടെ നിന്നാണ്, ഈ ലൈറ്റ് ഇൻലെറ്റ് നിന്ന് എവിടത്തോട്ട് ആ എവിടെയാണോ എക്സാമിൻ ചെയ്യേണ്ടത് ആ ഏരിയയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് ലൈറ്റ് പാസ് ചെയ്യിക്കുന്നുണ്ട് യെല്ലോ കളർ. അതിലെ സെക്കൻഡ് സിസ്റ്റം എന്താണ്, ഇവിടെയുള്ള ഒബ്ജക്റ്റ് അതിൻ്റെ ഇമേജ് ആര് ഫോം ചെയ്യും, ഒബ്ജക്റ്റീവ് ലെൻസിൽ അതിൻ്റെ ഇമേജ് ഫോം ചെയ്യും. ആ ഇമേജിനെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് ഐ പീസിലായിട്ട്. അതാണ് ആ ഒപ്റ്റിക്കൽ റിലേ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ സീരീസ് ഓഫ് റിലേ ലെൻസസ് ആണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. ഈ ഉള്ളിൽ കാണിച്ചിരിക്കുന്നത് സീരീസ് ഓഫ് റിലേ ലെൻസസ് ഉണ്ട്. അതെന്ത് ചെയ്യും, ഈ ഒബ്ജക്റ്റീവ് ലെൻസിലുള്ള ഇമേജിനെ എവിടെ എത്തിക്കും, ഐ പീസിൽ എത്തിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ടെക്നോളജിയിലെ സീരീസ് ഓഫ് റിലേ ലെൻസിന് അവർ എന്താണ് ഫൈബർ ഒപ്റ്റിക്സ് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇമേജ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊക്കെയാണ് അതിൻ്റെ മേജർ പാർട്സ്. വർക്കിംഗ് എന്താ ജസ്റ്റ് ഇവിടെ ഫോം ചെയ്യുന്ന ഇമേജ്, അത് ഇൻറ്റീരിയർ പാർട്ടിലായിരിക്കും ഈ ഒരു സാധനം ഉണ്ടാവുക, ഈ ഒരു ടിപ്പ് ഉണ്ടാവുക. അവിടെ ഫോം ചെയ്യുന്ന ഇമേജ് എന്താണ് എനിക്ക് ഐ പി എസിൽ കിട്ടും. അവിടെ ഫോക്കസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ക്ലിയർ ഇമേജ് എടുക്കാൻ വേണ്ടി പറ്റും. ഓൾറെഡി പറഞ്ഞാണ് ഇൻസൈഡ് ദ ട്യൂബ് are two systems, an outer one to guide the light from light source to the tip at the right and an inner one to guide the image from the objective lens at the tip to the eyepiece at the left. As the length of borescope increases, brightness of the image decreases due to loss of light. അതായത് ആ ട്യൂബിൻ്റെ ലെങ്ത്ത് ഒരു പരിധി വിട്ടിട്ട് ലെങ്ത്ത് കൂട്ടിയുള്ള പ്രശ്നം എന്താണ്, അതിൻ്റെ ഇമേജിൻ്റെ ക്ലാരിറ്റി കുറയും. കാരണം എന്താ, ബ്രൈറ്റ്നസ് ഓഫ് ദ ഇമേജ് ഡിക്രീസ് ഡ്യൂ ടു ലോസ് ഓഫ് ലൈറ്റ്. It is available in diameter which ranges from 2.5 mm to 19 mm. ആ ട്യൂബ് ഡയമീറ്റർ ആണ് പറയുന്നത്. അടുത്തത് എൻഡോസ്കോപ്പ്. Endoscope is a flexible tube equipped with lenses and light source. Illumination is done by help of number of optical fibers. It is also used to examine interior of an object. The working is same as that of borescope, but it has superior optical system and high intensity light source. എൻഡോസ്കോപ്പ് ആയാലും ബോർസ്കോപ്പ് ആയാലും എന്താണ് സെയിം ഫംഗ്ഷൻ തന്നെയാണ്. എന്തിനാണ് ഉപയോഗിക്കുന്നത്, ഒരു ഒബ്ജക്റ്റിൻ്റെ ഇൻറ്റീരിയർ പാർട്ട് എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ എൻഡോസ്കോപ്പ് പറഞ്ഞാൽ പിന്നെ ബോർസ്കോപ്പിനെക്കാട്ടിയും കുറച്ചും കൂടെ സുപ്പീരിയർ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റാണ് ഈ എൻഡോസ്കോപ്പ് എന്ന് പറയുന്നത്. വർക്കിംഗ് ഒക്കെ എന്താണ് സെയിം തന്നെയാണ്, ഒരേ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇതെന്താണ്, ഇത് കുറച്ച് എൻഡോസ്കോപ്പ് എന്ന് പറയുന്നത് ബോർസ്കോപ്പിനെക്കാട്ടിയും സുപ്പീരിയർ ആണ്. ഹൈ ഇൻറ്റൻസിറ്റി ലൈറ്റ് സോഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എന്താണ്, ഓട്ടോ ഫോക്കസിങ് ആണ്. ബോർസ്കോപ്പിൽ എന്താണ് മാനുവൽ ഫോക്കസിങ് ആണ്. പക്ഷേ നേരെ കുറച്ച് എൻഡോസ്കോപ്പിലേക്ക് വരുന്ന സമയത്തോ ഓട്ടോ ഫോക്കസിങ് ആണ്. ഒബ്ജക്ട്സ് ആർ ഇൻ ഫോക്കസ് ഫ്രം 4 mm to infinity, where magnification factor of 10x is obtained when it is at 4 mm ഡിസ്റ്റൻസ്. അതായത് 4 mm ഡിസ്റ്റൻസിലുള്ള ഒബ്ജക്റ്റിൻ്റെ വരെ 10x മാഗ്നിഫിക്കേഷൻ ആരെ കൊണ്ട് പറ്റും, എൻഡോസ്കോപ്പിനെ കൊണ്ട് പറ്റും. ബാക്കി വർക്കിംഗ് ഒക്കെ സെയിം ആണ്. എന്താ, ഇത് കുറച്ചും കൂടെ അതിൽ കുറച്ച് സുപ്പീരിയർ, ബോർസ്കോപ്പിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് സുപ്പീരിയർ ആയിട്ടുള്ള ഡിവൈസാണ് എൻഡോസ്കോപ്പ് എന്ന് പറയുന്നത്. Endoscopes are available in smaller diameter up to 1.7 mm, which makes it comfortable for viewing smaller objects and ranges to length of about 100 to 150 mm. അതായത് ആ ട്യൂബിൻ്റെ ഡയമീറ്റർ പറയുന്നത് 1.7 mm വരെ അവൈലബിൾ ആണ് എൻഡോസ്കോപ്പ് ആവുന്ന സമയത്ത്. അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്, 100 to 150 mm അവൈലബിൾ ആണ്. അടുത്തത് ഫൈബ്രോസ്കോപ്പ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഫ്ലെക്സിബിൾ ഫൈബർ ഒപ്റ്റിക് ബോർസ്കോപ്പ് ഓർ ഫ്ലെക്സിസ്കോപ്പ്. എന്താണ്, പിന്നെ ബോർസ്കോപ്പിൻ്റെ സെയിം പ്രിൻസിപ്പിൾ തന്നെ വർക്ക് ചെയ്യുന്നതാണ്. പക്ഷേ ബോർസ്കോപ്പ് നേരത്തെ പറഞ്ഞത് എന്താണ്, റിജിഡ് ബോർസ്കോപ്പ് ആയിരുന്നു പറഞ്ഞിരുന്നത്. അതായത് ആ ട്യൂബ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ആണ്. നമുക്കെന്താ ഒരു പൈപ്പ്, അതിന് കുറേ ബെൻസ് ഒക്കെ ഉണ്ട്, അതിൻ്റെ അകത്ത് പോയിട്ട് നമുക്ക് എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ റിജിഡ് ബോർസ്കോപ്പ് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. അത്തരം കേസസിലാണ് ആരുപയോഗിക്കുന്നത്, ഫ്ലെക്സിബിൾ ബോർസ്കോപ്പ് ഉപയോഗിക്കുന്നത്. ഫ്ലെക്സിബിൾ fiber optic borescope permit manipulation of the instrument around corners and through passage with several directional changes. എനിക്ക് ഇവിടെയുള്ള ഒരു സർഫസാണ് എക്സാമിൻ ചെയ്യേണ്ടത് വെച്ചോ, ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. നോർമലി ആ റിജിഡ് ബോർസ്കോപ്പ് ഉപയോഗിച്ചാലോ എനിക്ക് ഇവിടെ വരെ എക്സാമിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ലോ. ഇതിന് ഡയറക്ഷണൽ ചേഞ്ചസ് വരുന്നുണ്ടല്ലേ, ഇവിടെ ഒരു ചേഞ്ച് വന്നു, അടുത്ത ചേഞ്ച് വന്നു, പിന്നെയും ചേഞ്ച് വന്നു. അതാണ് ഈ ഡയറക്ഷണൽ ചേഞ്ചസ് എന്ന് പറയുന്നത്. അതായത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള കമ്പോണൻ്റ് അല്ല. അവിടെയൊക്കെ പോയിട്ട് എക്സാമിൻ ചെയ്യണമെങ്കിൽ ആരുപയോഗിക്കാൻ വേണ്ടി പറ്റും, ഈ ഫൈബ്രോസ്കോപ്പ് അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ബോർസ്കോപ്പ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഇറ്റ് ഈസ് യൂസ്ഡ് ടു പ്രൊവൈഡ് ക്ലിയർ ആൻഡ് ഷാർപ്പ് ഇമേജസ് ഓഫ് പാർട്സ് ആൻഡ് ഇൻറ്റീരിയർ സർഫസസ് ദാറ്റ് ആർ നോർമലി ഇമ്പോസിബിൾ ടു ഇൻസ്പെക്ട്.
അതായത് ഡയറക്റ്റായിട്ട് നമുക്ക് ചെന്നെത്താൻ വേണ്ടി പറ്റാത്ത ഏരിയാസ്, ഡയറക്റ്റായിട്ട് വിസിബിലിറ്റി ഉണ്ടാവില്ല അവിടത്തേക്ക്, എന്താ വളഞ്ഞിരിക്കുന്ന കമ്പോണൻസ് ഒക്കെ ആയിരിക്കും. അവിടെ പോയിട്ട് ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക, ഈ ഫ്ലെക്സിബിൾ ബോർസ്കോപ്പ് ഉപയോഗിക്കുക. ഫ്ലെക്സിബിൾ ബോർസ്കോപ്പ് ഓൾമോസ്റ്റ് കമ്പോണൻസ് ഒക്കെ എന്താണ് സെയിം ആസ് ദാറ്റ് ഓഫ് ബോർസ്കോപ്പ് ആണ്. എന്തുണ്ട്, ഒരു ലൈറ്റ് സോഴ്സ് ഉണ്ട്, പിന്നെ ഐ പീസ് ഉണ്ട്, ഒരെൻഡിൽ ഐ പീസ് ഉണ്ട്, അടുത്ത എൻഡിൽ എന്തുണ്ട് ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ട്, പിന്നെ ഒരു പ്രൊട്ടക്റ്റീവ് ഷീത്ത് ഉണ്ട്. അതിൻ്റെ ഫങ്ഷൻ എന്തായിരിക്കും, ഇതിപ്പോൾ ബെൻഡിങ് ഒക്കെ ആണല്ലേ, ബെൻഡ് ചെയ്യേണ്ടി വരും. അന്നേരം ആ ബെൻഡൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ഉള്ളിലുള്ള കമ്പോണൻസ് ട്യൂബിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഈ കവറിങ് ആണ്. ഇനി ലൈറ്റ് സോഴ്സ് ഉണ്ട്, ലൈറ്റ് ഗൈഡ് എന്ത് ചെയ്യും, ആ ലൈറ്റിനെ എവിടത്തോട്ട്, ലൈറ്റ് സോഴ്സ് എന്നുള്ള ലൈറ്റിനെ എവിടത്തോട്ട് കൊണ്ടുവരും, ആ ടെസ്റ്റ് ഏരിയയിലോട്ട് ലൈറ്റ് എത്തിക്കുന്നുണ്ടാവും. ഈ ഔട്ടർ റീജിയനിലൂടെയാണ് ആ ലൈറ്റ് എത്തുന്നത്. പിന്നെ എന്തുണ്ട്, ഇമേജ് ട്യൂബ് എന്തായിരിക്കും ചെയ്യുന്നത്, ഇമേജ് ഈ ഒബ്ജക്റ്റീവ് ലെൻസിൽ ഫോം ചെയ്യുന്ന ഇമേജ് നേരെ എവിടത്തോട്ട് കൊണ്ടുവരുന്നുണ്ടാവും, ഐ പീസ് ലെൻസിലോട്ട് കൊണ്ടുവരുന്നുണ്ടാവും. ഇവിടെയൊക്കെ ആരാണ്, ഫൈബർ ഒപ്റ്റിക്സ്, ത്രൂ ഫൈബർ ഒപ്റ്റിക്സ് ആണ് ഇത് ഇമേജ് ട്രാൻസ്ഫറൊക്കെ നടക്കുന്നത്. അല്ലാതെ ഇൻ്റർമീഡിയറ്റ് റിലേ ലെൻസസ് ഒന്നും എവിടെ ഇല്ല, ഈ ഫ്ലെക്സിബിൾ ബോർസ്കോപ്പിലില്ല. At each end of the tube is a lens system connected by two bundle of glass fibers. The outer bundle of fiber transmit light to the inspection area, while the inner bundle transmit the image of the inspection area to the lens in the eyepiece. The lighting is usually provided by an external source. At the eyepiece, there is a focusing ring that permit adjustment of image clarity. ഇവിടെ പറഞ്ഞു കഴിഞ്ഞു തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ രണ്ട് ട്യൂബിങ്ങാണ് ഉള്ളത്. ഒന്ന് ലൈറ്റ് ഗൈഡും ഇമേജ് ഗൈഡും. ലൈറ്റ് ഗൈഡ് എന്താ ചെയ്യുന്നത്, ഇവിടെ ലൈറ്റ് സോഴ്സിലെ ലൈറ്റ് ഇവിടെ ടെസ്റ്റ് ഏരിയയിലേക്ക് എത്തിക്കുന്നു. ഇമേജ് ഗൈഡ് എന്ത് ചെയ്യും, ഡയറക്റ്റായിട്ട് ഒബ്ജക്റ്റീവ് ലെൻസിലെ ഇമേജിനെ ഐ പീസിലെത്തിക്കും. നമുക്ക് ഫോക്കസിങ് റിംഗ് ഉണ്ട്, ഫോക്കസ് അഡ്ജസ്റ്റ് ഇമേജ് ക്ലാരിറ്റി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോക്കസിങ് റിംഗ് ഉണ്ട്. Tip can be adjusted using rotating control mechanism depending on the object size, and it also has a wide angle objective lens with a 100-degree field of view. അതായത് ത്രൂ അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് എന്താണ് 100-degree field of view എവിടെ നിന്ന് കിട്ടും, ഫ്ലെക്സിബിൾ ബോർസ്കോപ്പ് നിന്ന് കിട്ടും. The working length are normally from 60 cm to 365 cm with a diameter from 3 to 12.5 mm. അടുത്തത് ടെലിസ്കോപ്പ് എല്ലാവർക്കും അറിയുന്നത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഒബ്റ്റെയിൻ മാഗ്നിഫൈഡ് ഇമേജ് ഓഫ് ഒബ്ജക്റ്റ് അറ്റ് കൺസിഡറബിൾ ഡിസ്റ്റൻസ് ഫ്രം ദി ഐ. നമ്മൾ അടുത്തുനിന്ന് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. നമ്മളെ കണ്ണിൽ നിന്നാണ് ഒരുപാട് ദൂരെയുള്ള ഒബ്ജക്റ്റ്, അതിൻ്റെ ഇമേജസ് നമുക്ക് അടുത്ത് കിട്ടാൻ വേണ്ടി, മാഗ്നിഫൈഡ് ഇമേജസ് നമുക്ക് അടുത്ത് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ടെലിസ്കോപ്പ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് പർട്ടിക്കുലർലി യൂസ്ഫുൾ ഫോർ പ്രൊവൈഡിങ് വിഷ്വൽ എക്സാമിനേഷൻ ഓഫ് സർഫസ് വിച്ച് ഈസ് അതർവൈസ് ഇന്നസസിബിൾ. നമ്മൾ ഇത്രയും നേരം പറഞ്ഞിരുന്ന ടൂൾസ്, ഒപ്റ്റിക്കൽ എയ്ഡ്സ് എന്ന് പറയുന്നത് നമ്മൾ അടുത്ത് നിന്നിട്ട് എക്സാമിൻ ചെയ്യുന്നതാണ്. ഓക്കെ, അതൊക്കെ എന്താണ്, ആ ടെസ്റ്റ് സ്പെസിമെൻ്റെ അടുത്ത് തന്നെ നിന്നിട്ടാണ് നമ്മൾ അതൊക്കെ യൂസ് ചെയ്യുന്നത്. ടെലിസ്കോപ്പ് എന്തായിരിക്കും, നമുക്ക് ചില സ്പെസിമെൻ ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ അടുത്തോട്ട് പോകാൻ വേണ്ടി പറ്റണമെന്നില്ല. ചിലപ്പോൾ ഹസാർഡസ് ഏരിയയിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ആ സമയത്ത് എന്ത് ചെയ്യും, നമുക്ക് കമ്പോണൻറ്റിനെ ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക, ടെലിസ്കോപ്പ് ഉപയോഗിക്കുക. ഇതിലും എന്തൊക്കെയാണുള്ളത്, ഒബ്ജക്റ്റീവ് ലെൻസും പിന്നെ ഐ പീസ് ഒക്കെയാണ് ഉള്ളത്. ഇറ്റ് കൺസിസ്റ്റ് എസെൻഷ്യലി ഓഫ് ടു ലെൻസസ് കോൾഡ് ഒബ്ജക്റ്റീവ് ലെൻസ് ആൻഡ് ഐ പീസ് ലെൻസ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് ആണ് കൂടുതൽ ഐ പീസിനെ കാട്ടി. തൊട്ട് മുമ്പിൽ നേരെ റിവേഴ്സ് ആയിരുന്നു. The objective lens collects light from the object and forms the image. The eyepiece takes this image to give magnified view of the object. ഒബ്ജക്റ്റീവ് ലെൻസിലോട്ട് വരുന്ന ആ റേസ് അത് പാരലായിട്ടാണ് വരച്ചിരിക്കുന്നത്. കാരണം എന്താ, നമ്മളെ സോഴ്സ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് ദൂരെയാണ്. അവിടെ നിന്ന് വരുന്ന റേസ് നമുക്ക് പാരലായിട്ട് അസ്യൂം ചെയ്യാൻ വേണ്ടി പറ്റും. അതിൻ്റെ ഇമേജ് ഫോം ചെയ്യുന്നുണ്ട്. അതെവിടെയുള്ളത്, ഈ ഐ പീസിൻ്റെ ഫോക്കസിനിടയിലാണുള്ളത്. അന്നേരം നോർമലി എന്ത് ചെയ്യും, അതിൻ്റെ ഒരു എൻലാർജ്ഡ് ഇമേജ് ആര് തരും, ഐ പീസ് തരും. അതാണ് ബേസിക് ടെലിസ്കോപ്പിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അടുത്തത് ഹോളോഗ്രഫി. Optical holographic technique can be used for non-destructive testing of materials. HNDT means holographic non-destructive testing. HNDT essentially measures deformation on the surface of the object. Optical holography is an imaging method which records the amplitude and phase of light reflected from an object as an interferometric pattern on film. It thus allows reconstruction of full 3D image of the object. ഒരു ഹോളോഗ്രഫി എന്ന് പറഞ്ഞ ഒരു
ടെക്നിക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നോർമലി നമ്മൾ ഒരു ഒബ്ജക്റ്റിൻ്റെ ഫോട്ടോ എടുക്കുന്നത്, നമ്മളെ കയ്യിലെ ഡിജിറ്റൽ ക്യാമറ ഒക്കെ വെച്ചിട്ട് ഫോട്ടോ എടുക്കുന്നത്, അതെന്താണ്, ആ ഫോട്ടോൻ്റെ പ്രിൻ്റ് എടുത്ത് നോക്കിയാൽ നമുക്ക് അതെന്താ കാണാൻ വേണ്ടി പറ്റുമോ, അതിൻ്റെ ഡെപ്ത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ല. ശരിക്കും ഒരു 2D ഇല്ല കൺസെപ്റ്റ് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. ഒരു ഒബ്ജക്റ്റിൻ്റെ ഡെപ്ത്ത് നമുക്കതിൽ ശരിക്കും കാണാൻ വേണ്ടി പറ്റുന്നില്ല. നേരെ മറിച്ച് ഞാൻ ഹോളോഗ്രാഫിക് ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തോ എന്താ കിട്ടുന്നത്, എനിക്കൊരു 3D ഇമേജ് തന്നെയാണ് ആക്ച്വലി ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹോളോഗ്രാഫി എങ്ങനെ ചെയ്യുന്നതൊക്കെ നോക്കാം. ജസ്റ്റ് അവിടെ കിട്ടുന്ന ഡയറക്റ്റായിട്ട് ചെയ്ത് കിട്ടുന്ന ഹോളോഗ്രാം, അതിൽ നമുക്ക് ഡയറക്റ്റ് ഇൻഫർമേഷൻ ഒന്നും കിട്ടുന്നില്ല. ആ കിട്ടുന്ന ഹോളോഗ്രാം പിന്നെയും റീകൺസ്ട്രക്റ്റ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുന്നുണ്ടാവുക, 3D ഇമേജാണ് കിട്ടുന്നുണ്ടാവുക. അതാണ് ഹോളോഗ്രാഫി എന്ന് പറയുന്നത്. ഇതിന് NDTയിൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. ഇൻ HNDT techniques, the test sample is interferometrically compared with the sample after it has been stressed. A flaw can be detected if stressing of the object creates an anomalous deformation of the surface. ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം ടെസ്റ്റ് സാമ്പിൾ, ആ സാമ്പിളിൻ്റെ ഹോളോഗ്രാം ആദ്യം ഞാൻ പ്രൊഡ്യൂസ് ചെയ്യും. അതിൻ്റെ അറേഞ്ച്മെൻറ്റൊക്കെ നോക്കാം. ആദ്യം ഒരു സാമ്പിൾ എടുത്തിട്ട് അതിൻ്റെ ഹോളോഗ്രാം പ്രൊഡ്യൂസ് ചെയ്യും. അതിനുശേഷം ആ സെയിം സാമ്പിളിനെ തന്നെ എന്ത് ചെയ്യും, ലോഡ് ചെയ്യും. സ്ട്രെസ്ഡ് എല്ലാം ലോഡ് ചെയ്യുന്നത് ഒന്നിക്കലും മെക്കാനിക്കൽ ലോഡിങ് ആയിരിക്കാം, തെർമൽ ലോഡിങ് ഒക്കെ ആയിരിക്കാം. ആ ലോഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ വീണ്ടും ഹോളോഗ്രാം എടുക്കുന്നത്. അതിന് ശേഷമാണ് അതിൻ്റെ അനാലിസിസ് നടക്കുന്നത്. അതിലെന്തെങ്കിലും ഒരു ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ നമ്മളെ ആ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആയിരിക്കില്ല, ഒരു അനോമലസ് ഡിഫോർമേഷൻ ആയിരിക്കും അവിടെ കാണിക്കുന്നുണ്ടാവുന്നത്. അതങ്ങനെ നോക്കാം. ഫസ്റ്റത്തെ കേസ് എങ്ങനെയാണ് ഹോളോഗ്രാം വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ലേസറാണ്. ലേസർ സോഴ്സ്, മോണോക്രോമാറ്റിക് കൊഹിറൻ്റ് സോഴ്സ്, ലേസർ സോഴ്സാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ലേസർ സോഴ്സ് വന്നു, എന്ത് ചെയ്തു, ബീം സ്പ്ലിറ്റർ, അതിനെ 2 പാർട്ടാക്കി സ്പ്ലിറ്റ് ചെയ്തു. ഒരു പാർട്ട് എങ്ങോട്ട് പോയി, ത്രൂ ലെൻസ് നേരെ, ഇതാണ് നമ്മുടെ ടെസ്റ്റ് സ്പെസിമെൻ എന്ന് പറയുന്നത്. ആ ടെസ്റ്റ് സ്പെസിമെനിലോട്ട് പോയി. അടുത്തത് എങ്ങോട്ട് പോയി, ഒരു മിററിലോട്ട് പോയി, വീണ്ടും മിററിലോട്ട്, പിന്നെന്താ നമ്മളെ ഹോളോഗ്രാമിലോട്ട് റിഫ്ലക്റ്റ് ചെയ്ത് വന്നു. ഈ ഒരു ബീമിന് റെഫറൻസ് ബീം എന്നാണ് പറയുക. ഈ ഹോളോഗ്രാമിലേക്ക് എന്തൊക്കെ വരുന്നുണ്ട്, ഈ ഡിഫ്ലക്റ്റ് ചെയ്ത് 2 മിററിൽ തട്ടിയ റെഫറൻസ് ബീമും വരുന്നുണ്ട്, പിന്നെ ഒബ്ജക്റ്റ് എന്നില്ല ബീമും വരുന്നുണ്ട്. ഇത് രണ്ടും വന്നിട്ട് ഹോളോഗ്രാമിലോട്ട് വന്നു. എന്ത് ചെയ്യും, അവിടെ ഒരു ഇമേജ്, ഹോളോഗ്രാഫിക് ഇമേജ് അവിടെ പ്രൊഡ്യൂസ് ചെയ്തു. ആരുടെ, അൺഡിഫോംഡ് ബോഡിയുടെ ഇമേജ് പ്രൊഡ്യൂസ് ചെയ്തു. ഇനി എന്താ ചെയ്യുന്നത്, ആ ബോഡി, ഇത് അൺഡിഫോംഡ് ബോഡിയാണ്, ഇവിടെ എന്താണ്, ഡീഫോംഡ് ബോഡിയാണ്. ബാക്കിയൊന്നും മാറ്റുന്നില്ല, ബോഡി മാത്രം മാറ്റി, ഡീഫോംഡ് ബോഡി മാറ്റി. ആദ്യം വന്നു സെയിം പ്രൊസീജിയറിന്, സോഴ്സ് വന്നു, റെഫറൻസ് ബീം വന്നു, പിന്നെന്താ ഡീഫോംഡ് ബോഡി എന്നും ലൈറ്റ് വന്നിട്ട് സെക്കൻഡ് ഹോളോഗ്രാമും ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തു. ഇതാണ് അതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അതിനുശേഷം എന്താ, ഇൻ HNDT the test sample is interferometrically compared in non-stressed and stressed state. നമ്മൾ ആദ്യം പറഞ്ഞെന്താണ്, അത് നോൺ സ്ട്രെസ്ഡ് സ്റ്റേറ്റ് ആണ്. അൺഡിഫോംഡ് ബോഡി ആയിരുന്നു, അത് സ്ട്രെസ് ചെയ്യുന്നില്ല. പിന്നത്തെ എന്താണ്, ഡീഫോംഡ് ബോഡി അതിനെ സ്ട്രെസ് ചെയ്തു, അല്ല ലോഡ് ചെയ്തു. ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്ന മെക്കാനിക്കൽ ലോഡിംഗ് ആണ് കാണിച്ചിരിക്കുന്നത്. ആ സ്ട്രെസ്സിങ് എന്ന് പറയുന്നത് ഒന്നിക്കലും മെക്കാനിക്കൽ ആവുക, അല്ലെങ്കിൽ തെർമൽ ആവുക, വൈബ്രേഷൻ ആവുക, എന്ത് വേണമെങ്കിൽ ആവാം. അതാണ് അതിൻ്റെ ടെസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. അതിനുശേഷം the resulting interference pattern contour shows the deformation undergone by the specimen in between 2 readings. നമുക്ക് കിട്ടുന്ന ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്, ആ ഇൻ ബിറ്റ്വീൻ റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, ആ ഡിഫോർമേഷൻ ഉണ്ടായിട്ടുള്ള കോൺസിക്വൻസ് ആയിരിക്കും നമുക്ക് ആ റിസൾട്ടായിട്ട് അവിടെ കിട്ടുന്നുണ്ടാവുക. സർഫസ് ആസ് വെൽ ആസ് സബ് സർഫസ് ഡിഫക്റ്റ് ഷോസ് ഡിസ്റ്റോർഷൻസ് ഇൻ ദ ഫ്രിഞ്ച് പാറ്റേൺ, അതർവൈസ് ഷോസ് യൂണിഫോം പാറ്റേൺ. ഈ കാണിച്ചിരിക്കുന്നതാണ് ഫ്രിഞ്ച് പാറ്റേൺ എന്ന് പറയുന്നത്. ഇൻ കേസ് അതിൽ ആ നമ്മൾ എടുത്തിരിക്കുന്ന സ്പെസിമെനിൽ യാതൊരു ഡിഫക്റ്റും ഇല്ല എന്ന് വെച്ചോ, ആ സമയത്ത് എനിക്ക് കിട്ടുന്ന ഫ്രിഞ്ച് പാറ്റേൺ എന്ന് പറയുന്നത് എന്തായിരിക്കും, യൂണിഫോം പാറ്റേൺ ആയിരിക്കും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാൻ വേണ്ടിയിട്ട് കാണിച്ചിരിക്കുന്നത് മാത്രമാണിത്. ഫ്രിഞ്ച് പാറ്റേൺ എന്ന് പറയുന്നത് യൂണിഫോം ആയിരിക്കും. ഞാൻ എടുത്തിരിക്കുന്ന കമ്പോണൻറ്റിൽ യാതൊരു ഡിഫക്റ്റും ഒന്നുമില്ല. ഇൻ കേസ് ആ കമ്പോണൻറ്റിൽ ഒരു ഡിഫക്റ്റ് ഉണ്ട്, ആ സമയത്ത് എന്തായിരിക്കും, ഒരു യൂണിഫോം പാറ്റേൺ ആയിരിക്കില്ല, ഒരു ഡിസ്റ്റോർട്ടഡ് പാറ്റേൺ ആയിരിക്കും എനിക്ക് കിട്ടുന്നത്. ഇതിപ്പോൾ കോൺസെൻട്രിക് ആയിട്ട് ഇവിടെ കാണുന്നുണ്ട്, അതൊക്കെ എന്താ സ്ട്രെസ് കോൺസെൻട്രേഷൻസ് ആയിരിക്കും കാണിക്കുന്നത്. എവിടെയെങ്കിലും ഒരു ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ എന്താ, ചെറിയൊരു ക്രാക്ക് ഉണ്ട്, അവിടെ സ്ട്രെസ് കോൺസെൻട്രേഷൻസ് ഉണ്ടാവും. അതാണ് ഈ ഇവിടെ കാണിച്ചിരിക്കുന്നത്, ഈ ഫ്രിഞ്ച് പാറ്റേൺസ്. ഇതുവഴിയാണ് ഹോളോഗ്രാഫി വഴി NDT ചെയ്യുന്നത്. അതായത് സർഫസിൽ ഉണ്ടാകുന്ന ആ ഡിഫോർമേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് കമ്പോണൻറ്റിൽ ഡിഫക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കുന്നത്. അടുത്തത് CCTV, ക്ലോസ്ഡ് സർക്യൂട്ട് ടെലിവിഷൻ സിസ്റ്റം. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. ഇറ്റ് ഈസ് ദ യൂസ് ഓഫ് വീഡിയോ ക്യാമറ ടു ട്രാൻസ്മിറ്റ് സിഗ്നൽ ടു എ സ്പെസിഫിക് പ്ലേസ്.
അതിൻ്റെ മീനിങ് എന്താ, വീഡിയോ ക്യാമറ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ വെച്ചിട്ടുണ്ടാവും. അവിടെ നിന്നുള്ള ഇൻഫോർമേഷൻസ് ഒരു മോണിറ്ററിലോട്ടോ അല്ലെങ്കിൽ എവിടെ ഇരുന്നിട്ടാണ് ഇൻസ്പെക്ടർ എവിടെയാണോ ഉള്ളത് അവിടത്തോട്ട് എന്ത് ചെയ്യുന്നത്, ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്. അതിൻ്റെ എലമെൻറ്റ്സ് എന്തൊക്കെയാണ്, ക്യാമറയുണ്ട്, ഡിസ്പ്ലേ മോണിറ്റർ, റെക്കോർഡിംഗ് ഡിവൈസ്, ഇതൊക്കെയാണ് അതിൻ്റെ എലമെൻറ്റ്സ്. അത് തമ്മിൽ എന്താണ്, ഇൻ്റർ കണക്റ്റഡും ആയിരിക്കും. It has high resolution display and has the ability to zoom in and track the defect. High resolution display ഉണ്ട്, പിന്നെന്താ നമുക്ക് സൂം ചെയ്യാൻ വേണ്ടി പറ്റും. ഇൻസ്പെക്ട് ചെയ്യുന്ന സ്ഥലം സൂം ചെയ്തിട്ട് അവിടെ എന്താ ഡിഫക്റ്റോ അങ്ങനെ വല്ലതും ഉണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഇൻസ്പെക്ഷൻ ഓഫ് പൈപ്പ് ലൈൻസ്. ഒരു മേജർ ആപ്ലിക്കേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, പൈപ്പ് ലൈൻ ഇൻസ്പെക്ഷന്. ഇത് ലോങ് ലെങ്ത്തുള്ള പൈപ്പായിരിക്കും, അതിൻ്റെ ഉള്ളിൽ എന്താണ് ഈ CCTV സിസ്റ്റം വെച്ചിട്ട് ഇൻസ്പെക്ട് ചെയ്തിട്ട് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടോ, അല്ലെങ്കിൽ പൈപ്പിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പാർട്ടിക്കിൾസ് തങ്ങി നിൽക്കുന്നുണ്ടോ, അങ്ങനെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഇറ്റ് പ്രൊവൈഡ്സ് ക്വിക്ക്, ആക്യുറേറ്റ് ആൻഡ് കോസ്റ്റ് എഫക്റ്റീവ് എക്സാമിനേഷൻ ഓഫ് ഡ്രെയിൻ, സീവർ ആൻഡ് അതർ പൈപ്പ് ലൈൻസ് വിത്തൗട്ട് കോസിങ് എനി ഡാമേജ് ടു ഇൻഫ്രാസ്ട്രക്ചർ. ഇതൊക്കെയാണ് ഒപ്റ്റിക്കൽ എയ്ഡ്സ് എന്ന് പറയുന്നത്, വിഷ്വൽ ഇൻസ്പെക്ഷൻ്റെ ഒപ്റ്റിക്കൽ എയ്ഡ്സ്. അടുത്തത് കമ്പ്യൂട്ടർ എൻഹാൻസ്ഡ് സിസ്റ്റംസ്. The computer enhanced visual system makes use of video camera for data collection and computer for data analysis. എന്താ കമ്പ്യൂട്ടർ എൻഹാൻസ്ഡ് സിസ്റ്റം എന്ന് വെച്ചാൽ, ഇതിൽ ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആരെ യൂസ് ചെയ്യുന്നുണ്ട്, ഒരു വീഡിയോ ക്യാമറ യൂസ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം കിട്ടുന്ന ഡാറ്റ എന്ത് ചെയ്യുന്നത്, കമ്പ്യൂട്ടർ അനലൈസ് ചെയ്തിട്ട് അതിന് ശേഷം റിസൾട്ട് വരുന്നത്. എന്തായിരിക്കും റിസൾട്ട്, ഒരു പാർട്ട് ഡിഫക്റ്റീവ് ആണോ അല്ല എന്നുള്ള റിസൾട്ട് ആര് തരും, കമ്പ്യൂട്ടർ നമുക്ക് തരും. മാനുവലൈസ് ആയിട്ട് ചെയ്യുന്നവർ ആരെ യൂസ് ചെയ്യുന്നു, കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നു. അതിൻ്റെ മെയിൻ പാർട്സ് ആരൊക്കെയാണ്, പ്രോസസ് കൺട്രോൾ സിസ്റ്റം, സെൻസിങ് സിസ്റ്റം, ഇമേജ് പ്രോസസ്സിംഗ് സിസ്റ്റം, ഫ്ലോ അനാലിസിസ് സിസ്റ്റം. ഫ്ലോ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഡിഫക്റ്റ് അനാലിസിസ് സിസ്റ്റം, പിന്നെ പാർട്ട് ഹാൻഡ്ലിംഗ് സിസ്റ്റം. ഇതിൻ്റെ മെയിൻ യൂണിറ്റ് എന്ന് പറയുന്നത് ആരാണ്, പ്രോസസ് കൺട്രോൾ സിസ്റ്റം. എല്ലാ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനും ഒരു മെയിൻ കൺട്രോൾ യൂണിറ്റ് ഉണ്ടാവും അല്ലേ. കൺട്രോൾ യൂണിറ്റിൻ്റെ ഫംഗ്ഷൻ എന്നാണ്, കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ദി ആക്ടിവിറ്റീസ് ഓഫ് ഓൾ അതർ എലമെൻറ്റ്സ് ഓഫ് ദി സിസ്റ്റം. ഇവിടെ അതാരാ ചെയ്യുന്നത്, പ്രോസസ് കൺട്രോൾ സിസ്റ്റമാണ് അത് ചെയ്യുന്നത്. ബാക്കി എല്ലാ യൂണിറ്റ്സിൻ്റെയും എന്താണ് ഓപ്പറേഷൻസ് കൺട്രോൾ ചെയ്യുന്നത്. ഇവിടുന്ന് ഡാറ്റ അല്ലെ ഇൻഫർമേഷൻ ഫ്ലോ ഇവിടുന്ന് എങ്ങോട്ടാണ് പോകുന്നത്, സെൻസിങ് സിസ്റ്റം ടു ഇമേജ് പ്രോസസ്സിംഗ് സിസ്റ്റമാണ്, ഇമേജ് പ്രോസസ്സിംഗ് സിസ്റ്റം ടു ഫ്ലോ അനാലിസിസ് സിസ്റ്റം, പിന്നെ പാർട്ട് ഹാൻഡ്ലിംഗ്. അവിടുന്ന് എന്തുണ്ട്, പ്രോസസ് കൺട്രോൾ യൂണിറ്റിൽ നിന്നും അതേപോലെ ഫ്ലോ അനാലിസിസ് സിസ്റ്റത്തിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് പാർട്ട് ഹാൻഡ്ലിംഗ് സിസ്റ്റത്തിലോട്ട് പോകുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇനി ഓരോ പാർട്സ് നോക്കാം. Process control system controls the overall inspection process. It provides command and provides the timing signal to control the system-wide database. ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആക്ടിവിറ്റീസും കൺട്രോൾ ചെയ്യുന്നതാണ് പ്രോസസ് കൺട്രോൾ സിസ്റ്റമാണ്. അടുത്തത് സെൻസിങ് സിസ്റ്റം. ഇറ്റ് പ്രൊവൈഡ്സ് ഇലുമിനേഷൻ സോഴ്സ് ഫോർ ദി പാർട്ട്. സെൻസിങ് സിസ്റ്റത്തിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്, ഇല്യൂമിനേഷൻ, അതായത് ലൈറ്റ് സോഴ്സ് പ്രൊവൈഡ് ചെയ്യുകയാണ്. അതായത് നമ്മൾ എക്സാമിൻ ചെയ്യുന്ന ഒബ്ജക്റ്റിന് വിഷ്വൽ ഇൻസ്പെക്ഷനാണ്, അതിന് പ്രോപ്പറായിട്ടുള്ള എന്താണ് ഇല്യൂമിനേഷൻ വേണം. അതാരാ ചെയ്യുന്നത്, സെൻസിങ് സിസ്റ്റമാണ്. പിന്നെ ഇമേജ് സെൻസിങ്ങും ഉണ്ട്. അതിനുശേഷം എന്താ, അവിടെ നിന്നുള്ള ഔട്ട്പുട്ട് നേരെ എങ്ങോട്ടാണ് പോകുന്നത്, ഇമേജ് പ്രോസസ്സിംഗ് സിസ്റ്റത്തിലോട്ടാണ്. ഇമേജ് പ്രോസസ്സിംഗ് സിസ്റ്റം ഗെറ്റ്സ് ദി ഇൻപുട്ട് ഇമേജ് ഡാറ്റ ഫ്രം ദി സെൻസിങ് സിസ്റ്റം. സെൻസിങ് സിസ്റ്റത്തിൽ നിന്നുള്ള ഇൻപുട്ട് ഇമേജ് ആർക്ക് കിട്ടും, ഇമേജ് പ്രോസസ്സിംഗ് സിസ്റ്റം. അതിനുശേഷം എന്തുണ്ട്, ആ ഇമേജിനെ പ്രോസസ്സ് ചെയ്തിട്ട് അതിൽ ഫ്ലോ അല്ലെങ്കിൽ ഡിഫക്റ്റ് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നത്. അതാണ് ഇമേജ് പ്രോസസ്സിംഗ് സിസ്റ്റം ചെയ്യുന്നത്. അടുത്തെന്താ, ഫ്ലോ അനാലിസിസ് സിസ്റ്റം എക്സാമിൻ ദ ഏരിയാസ് ഐഡൻറ്റിഫൈഡ് ബൈ ഇമേജ് പ്രോസസ്സിംഗ് സിസ്റ്റം ആൻഡ് ഡിറ്റർമൈൻസ് ദി പാർട്ട് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഫ്ലോ ഡിസിഷൻ റൂൾ. ഫ്രെയിം ഗ്രാബർ കാർഡ് in the flow analysis system examines the image. The software in the computer then analyzes the image and makes a decision as whether the object pass or fails the inspection. ഫ്ലോ അനാലിസിസ് സിസ്റ്റം അതിലേക്കുള്ള ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്, ഇമേജ് പ്രോസസ്സിംഗ് സിസ്റ്റത്തിനുള്ള ഔട്ട്പുട്ടാണ്. അതായത് ഇമേജ് പ്രോസസ്സിംഗ് സിസ്റ്റം എന്ത് ചെയ്തു, ആ എക്സാമിൻ ചെയ്യുന്ന കമ്പോണൻസിലെ ഇത് ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്തു, ഡിഫക്ട്സിലെ ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്തു. അതിനുശേഷം ആ ഡിഫക്ട്സിനെ അനലൈസ് ചെയ്യുന്നതാരാണ്, ഫ്ലോ അനാലിസിസ് സിസ്റ്റം. അതായത് ഡിഫക്റ്റ് അനാലിസിസ് സിസ്റ്റം ആ ഡിഫക്റ്റിന് എന്ത് ചെയ്തു, അനലൈസ് ചെയ്യുന്നു. ഇതിനെന്താണ്, ഒരു ഇൻപുട്ട് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ വാല്യൂസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഒരു എക്സാമ്പിൾ പറയുന്നതാണെങ്കിൽ ഒരു കമ്പോണൻ്റ് എടുത്തിട്ടുണ്ട്, അതിൻ്റെ സർഫസിൽ ചെറിയൊരു ഡിപ്രഷൻ, സർക്കുലർ ഡിപ്രഷൻ ഉണ്ട്. ഓക്കെ, ആ ഡിപ്രഷൻ്റെ സൈസ് എന്ന് പറയുന്നത് 0.1 mm കൂടുതലാണെങ്കിൽ, അത് ഒരു വലിയ ഡിപ്രഷൻ ആണെങ്കിൽ എന്താണ്, അത് റിജക്റ്റ് ചെയ്യണം, നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റൂല. അങ്ങനെ ഒരുപാട് സെറ്റ് ഓഫ് കോഡിങ് അതിന് കൊടുത്തിട്ടുണ്ടാവും.
ഓക്കെ, അതിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ആ നമ്മൾ ഇൻസ്പെക്ട് ചെയ്യുന്ന കമ്പോണൻറ്റ് ഓക്കെ ആണോ, അതായത് പാസ് ആവുന്നുണ്ടോ അല്ലെങ്കിൽ ഫെയിൽ ആവുന്നുണ്ടോ ഒക്കെ തീരുമാനിക്കുന്നവരാണ് ഫ്ലോ അനാലിസിസ് സിസ്റ്റമാണ്. അതിനുശേഷം അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങോട്ടാണ് പോവുക, പാർട്ട് ഹാൻഡ്ലിംഗ് സിസ്റ്റം. പാർട്ട് ഹാൻഡ്ലിംഗ് സിസ്റ്റം എന്താ, അതിൻ്റെ പേര് പോലെ തന്നെ ആയിരിക്കും, കമ്പോണൻറ്റ് ഹാൻഡ്ലിംഗ് ആണ്. മീൻസ് ഒരു കമ്പോണൻറ്റ് ഡിഫക്റ്റ് ഫ്രീ കമ്പോണൻ്റ് ആണെന്ന് പറഞ്ഞാൽ എന്താ, പിന്നെ നമുക്കത് ഫർദർ പ്രോസസ്സിങ്ങിന് പോവാം. ഡിഫക്റ്റ് ഉള്ള കമ്പോണൻ്റ് ആണെന്ന് ഇവിടുന്ന് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിലോ അത് റിജക്റ്റ് ചെയ്യേണ്ടി വരും. അതൊക്കെ ചെയ്യുന്നതാണ് പാർട്ട് ഹാൻഡ്ലിംഗ് സിസ്റ്റമാണ്. ഇതൊക്കെയാണ് കമ്പ്യൂട്ടർ എൻഹാൻസ്ഡ് സിസ്റ്റത്തിൻ്റെ വേരിയസ് പാർട്സ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ അഡ്വാൻറ്റേജസ്. ഇറ്റ് ക്യാൻ ബി റീപ്രോഗ്രാംഡ് ഓഫ്ലൈൻ ഓൺ അനദർ മെഷീൻ. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ഇൻസ്പെക്ട് വൈഡ് റേഞ്ച് ഓഫ് പ്രൊഡക്റ്റ്. ഇറ്റ് can work throughout the day and does not get tired. Inspection can be done at a higher speed than human being. Maintains consistency of inspection. ഈ ലാസ്റ്റ് 3 പറഞ്ഞിരിക്കുന്നത് എന്താണ്, അഡ്വാൻറ്റേജസ് ഓവർ ഹ്യൂമൻ ഇൻസ്പെക്ഷൻ ആണ്. എന്താ, വർക്ക് ത്രൂ ഔട്ട് ദ ഡേ ആൻഡ് ഡസ് നോട്ട് ഗെറ്റ് ടയേർഡ്. ഹ്യൂമൻ ബീങ്സ് അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റുമോ, ഇല്ല. ത്രൂ ഔട്ട് ദ ഡേ ഒന്നും ഇൻസ്പെക്ഷൻ ചെയ്യാൻ വേണ്ടി പറ്റൂല. പിന്നെ ഇൻസ്പെക്ഷൻ ക്യാൻ ബി ഡൺ അറ്റ് ഹയർ സ്പീഡ്, ഹ്യൂമൻ ചെയ്യുന്നതിനെക്കാട്ടും സ്പീഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ മെയിൻറ്റെയിൻസ് കൺസിസ്റ്റൻസി ഓഫ് ഇൻസ്പെക്ഷൻ, അതായത് ഹ്യൂമൻ ബീയിങ് ഇൻസ്പെക്ഷൻ ഒരുപാട് സമയം ചെയ്യുന്ന സമയത്ത് എന്താണ്, നോർമലി ഗെറ്റ് ടയേർഡ് ആൻഡ് എഫിഷ്യൻസി ഓഫ് ഇൻസ്പെക്ഷൻ ഡിക്രീസസ്. നേരെ മറിച്ച് കമ്പ്യൂട്ടർ എൻഹാൻസ്ഡ് സിസ്റ്റം ത്രൂ ദ യൂസ് ഓഫ് കമ്പ്യൂട്ടർ ചെയ്യുന്ന സമയത്തോ കൺസിസ്റ്റൻസി ഉണ്ടാകും. റിസൾട്ട് എന്തായിരിക്കും, കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഇതൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഡിസഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ചലഞ്ചസ് എന്തൊക്കെയാണ്, സോഫ്റ്റ്വെയർ മസ്റ്റ് ബി കെയർഫുള്ളി സെലക്റ്റഡ് ആൻഡ് ഇംപ്ലിമെൻറ്റഡ്. Lighting condition must be well designed and it follows only the rules and does not take real-time decision. റിയൽ-ടൈം ഡിസിഷൻ എന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ എൻഹാൻസ്ഡ് സിസ്റ്റത്തിന് ഒരിക്കലും എടുക്കാൻ വേണ്ടി പറ്റില്ല. റിയൽ ടൈം എന്ന് വെച്ചാൽ ഇൻസൈറ്റ് ഡിസിഷൻസ്. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കുന്നത്, ഒരു 0.1 mm സൈസിലെ ഒരു ഡിപ്രഷൻ ഒരു സർഫസിലുണ്ടെങ്കിൽ അതിനെ നമ്മൾ റിജക്റ്റ് ചെയ്ത് കളയണമെന്ന കമ്പ്യൂട്ടറിൽ പ്രോഗ്രാം ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ആ ഒരു ഡിപ്രഷൻ എന്ന് പറയുന്നത് അത്ര ഒരു ഇമ്പോർട്ടൻ്റ് അല്ലാത്ത, അധികം ലോഡ് വരാത്ത ഒരു പ്ലേസിലാണ് ആ ഒരു ഡിഫക്റ്റ് ഉണ്ട് എന്ന് വെച്ചോ. നേരെ നോർമലി കമ്പ്യൂട്ടറിൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്യും, അതിനെ റിജക്റ്റ് ചെയ്ത് കളയും. നേരെ മറിച്ച് ഒരു ഹ്യൂമൻ ബീയിങ് ആണെന്നെങ്കിലോ അയാൾക്കത് കാണുമ്പോൾ മനസ്സിലായി എന്താണ്, ആ ഏരിയയിൽ ഒരു ഡിപ്രഷൻ ഉണ്ടായ പ്രശ്നമില്ല, അവിടെ ലോഡിംഗ് ഒന്നും വരാനില്ല, അധികം ലോഡ് എഫക്റ്റ് ചെയ്യാത്ത ഏരിയ ആണ്, കമ്പോണൻറ്റ് ഇത് യൂസ് ചെയ്താലും കുഴപ്പമില്ല എന്ന് ഹ്യൂമൻ ബീയിങ്ങിന് മനസ്സിലാവുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ കമ്പോണൻറ്റിനെ ഒരിക്കലും റിജക്റ്റ് ചെയ്യുന്നില്ല. നേരെ മറിച്ച് കമ്പ്യൂട്ടർ ചെയ്യുന്ന സമയത്തോ അതിന് റിയൽ ടൈം ഡിസിഷൻസ് ഒരിക്കലും എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഓക്കെ, ഏകദേശം മൊഡ്യൂൾ 1 എല്ലാ ടോപ്പിക്കും കവർ ആയിട്ടുണ്ട്. അതായത് ഇറ്റ് ഈസ് ദ എൻഡ് ഓഫ് ദി മൊഡ്യൂൾ 1.